ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ പറയാൻ പോകുന്നത് ജോർജിയയിലെ ഇമിഗ്രേഷൻ റൂൾസാണ്. മെയിനായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽ ഇമിഗ്രേഷനും ഞാൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ വന്നാൽ, പിന്നെ അല്ലാതെ എന്തൊക്കെയാണ് മെയിൻ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇവിടെ വരാം, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നെല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ജോർജിയയിലെ ഇമിഗ്രേഷൻ റൂൾസ്, നമുക്ക് 2026 ഇപ്പോഴത്തെ റൂൾസ് എന്തൊക്കെയാണ്, ഫുൾ ഗൈഡ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. ഇവിടെ വരാൻ എങ്ങനെയാണ്, ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇവിടുത്തെ ഏതൊക്കെ വിസയാണ്, എല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലും ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, വിസ കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്നിട്ടും മനസ്സിലാവാത്തവർ കുറേ പേരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ ഇമിഗ്രേഷൻ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ച കുറേ ആൾക്കാരുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഈ വീഡിയോ അവർക്ക് കൂടെ വേണ്ടി, ഇനി അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടാത്തവരാണെങ്കിൽ എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കാണുക, ലാസ്റ്റ് വരെ കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ നിങ്ങൾക്ക് ഫുൾ അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വേറെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഓരോ പോയിന്റിലായിട്ട് പോവാം. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഓരോന്നായിട്ട് പറയാം, ഓരോ പോയിൻ്റായിട്ട് പറഞ്ഞുതരാം. എഴുതി ഓരോന്ന് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് നമുക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ജോർജിയയിലേക്ക് എങ്ങനെ വരാം, അത് എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും. ജോർജിയയിലേക്ക് ഇൻ്റർനാഷണൽ മെയിനായിട്ട് വരാൻ കഴിയുന്നത് ഏതൊക്കെ വിസയിലാണ്? ഇപ്പോൾ ടൂറിസ്റ്റ് വിസ എടുത്ത് നമുക്ക് വരാൻ പറ്റും. ഈ വിസ ഉണ്ട്, അത് ഇപ്പോൾ ആക്ടിവേറ്റ് ആണ് ഇന്ത്യൻസിന് എല്ലാവർക്കും, അങ്ങനെ എടുത്ത് വരാം. പിന്നെ സ്റ്റുഡൻറ്റ് വിസ ഉണ്ട്, പിന്നെ വർക്ക് വിസ D1 വർക്ക് വിസ ഉണ്ട്, പിന്നെ റെസിഡൻസ് പെർമിറ്റ്. ഇതിനൊക്കെ അപേക്ഷിച്ച് നമുക്കിവിടെ വരാൻ പറ്റും. ഓരോ വിസയ്ക്കും വ്യത്യസ്ത നിയമങ്ങളാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി വയ്ക്കണം. അതിന് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ എന്തൊക്കെയാണ് മെയിൻലി പറയാം. ഇപ്പം ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ എന്ന് പറഞ്ഞത്, ടൂറിസ്റ്റ് വിസയിൽ വരുന്നതെന്ന് പറയുന്നത് യാത്ര ചെയ്യാം, ഹോട്ടലിൽ താമസിക്കാം, നമുക്ക് സുഹൃത്തുക്കളെ കാണാൻ, രാജ്യം ചുറ്റി കാണാം. ഇതിനു വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ജോലി ചെയ്യാൻ നമുക്ക് പറ്റില്ല. പിന്നെ ജോർജിയൻ കമ്പനിയിൽ ശമ്പളം വാങ്ങാൻ പാടില്ല. അങ്ങനെ ഒന്നും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇതിനൊന്നും ടൂറിസ്റ്റ് വിസയിൽ ജോലി ചെയ്താൽ പിഴയാണ്. അത് നിങ്ങൾ ഇവിടെ ഇതുണ്ട്, ഫൈനുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇവിടെ അല്ലാത്ത വിസയിൽ വന്ന് ഇവിടെ പണി ചെയ്യാൻ നിങ്ങൾ ആരും നോക്കല്ലേ. പിന്നെ ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യും, പറഞ്ഞു വിടും. പിന്നെ ഭാവിയിൽ വിസ പ്രശ്നങ്ങൾ എന്നിവ വരാം. ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം ഡീപ്പോർട്ട് ചെയ്താൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതാണ് ടൂറിസ്റ്റ് വിസ. പിന്നെ വർക്ക് പെർമിറ്റ്, ഇപ്പോഴത്തെ നിയമം, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാറ്റം. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. 2026 മാർച്ച് 1 മുതൽ വന്നതാണ്. ഞാൻ ജോർജിയയിൽ പ്രാദേശികമായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം വിദേശികൾക്കും വർക്ക് പെർമിറ്റ് ഇവിടെ വേണം. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇനി ഒരു വർക്ക് പെർമിറ്റ് വേണം. ഇതിനു മുമ്പ് പലരും ജോലിയിൽ ചെയ്തിരുന്നു, ഇപ്പോൾ പറ്റൂല. ഇപ്പം വർക്ക് പെർമിറ്റ് വേണം. പിന്നെ റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ വർക്ക് വിസ. വർക്ക് വിസ പറഞ്ഞവർക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ചെയ്യാം. കാരണം വർക്ക് വിസ എടുത്തിട്ടാണ് നിങ്ങൾ വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അത് സുഖമായിട്ട് ചെയ്യാം. അതൊക്കെ ഉള്ളൂ. ഇതാണ് മെയിനായിട്ട്. അപ്പോൾ വർക്ക് പെർമിറ്റ് ഇപ്പോൾ ഇവിടെ ഒരു സ്ട്രിക്റ്റ് റൂളാണ്, അതില്ലാതെ നിങ്ങൾക്ക് പാടായിരിക്കും. പിന്നെ ആരൊക്കെയാണ് ഇവിടെ വർക്ക് പെർമിറ്റ് എടുക്കേണ്ടത്, അതും എല്ലാവർക്കും വളരെ ഡൗട്ടായിരിക്കും. വർക്ക് പെർമിറ്റ് ജോർജിയൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ എടുക്കണം. ജോർജിയൻ ക്ലയൻറ്റ്സിന് സർവീസ് ചെയ്യുന്ന സെൽഫ് എംപ്ലോയിഡ് ആളുകൾ എടുക്കണം. പിന്നെ ലോക്കൽ ബിസിനസ്സിൽ സാലറി വാങ്ങുന്നവർ, അവരെല്ലാം എടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരാളെ കടയിൽ പോയി നിന്നിട്ട് നമ്മൾ സാലറി അവരെ നിന്ന് വാങ്ങണമെങ്കിൽ അവരെ കയ്യിലും വേണം നമ്മളവിടെ വർക്ക് ചെയ്യണം എന്നുള്ള പെർമിറ്റ്. എന്നാൽ മാത്രമേ പറ്റൂ. ഇവിടെ വൻ പാടാണ് ഇപ്പോൾ അത്. പിന്നെ വർക്ക് പെർമിറ്റ് വേണ്ടാത്തവർ ഉള്ള കാര്യമാണ്. ചില നിയമപരമായ ചിലവർക്ക് മാത്രമേ അതുള്ളൂ. ചില കമ്പനികൾ കൊടുക്കുമെന്ന് ഞാൻ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ഇല്ലാത്തവരെല്ലാവരുടെ കയ്യിലും നമ്മൾ തന്നെ പോയി അത് എടുക്കണം. നമുക്ക് അപേക്ഷിക്കാൻ പറ്റും സൈറ്റ് വഴി. പിന്നെ രണ്ടാമത്തത് പൂർണ്ണമായും വിദേശ കമ്പനിക്കായി റിമോട്ട് വർക്ക് ചെയ്യുന്ന ചിലർ, അങ്ങനെ അവിടെ പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യണവർക്കെല്ലാം കയ്യിൽ ആവശ്യം വേണം. അതൊക്കെയാണ് മെയിൻ. പിന്നത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ റെസിഡൻസ് പെർമിറ്റ് വെച്ച് ഇവിടെ വരുന്നവരുണ്ട്. അത് റെസിഡൻസ് പെർമിറ്റ് ഉണ്ടെന്ന് മാത്രം ജോലി ചെയ്യാൻ അനുമതിയില്ല. മനസ്സിലായ? എന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് ഉണ്ടെങ്കിലും ഇവിടെ ജോലി ചെയ്യാൻ പറ്റൂല.
ഇപ്പം റെസിഡൻസ് പെർമിറ്റും പ്ലസ് വർക്ക് പെർമിറ്റും ഇത് കാണിച്ചാൽ മാത്രമേ ഇപ്പോൾ ഇവിടെ ജോലിക്ക് അനുമതി ഉള്ളൂ. രണ്ടും നല്ല രീതിയിൽ ഇപ്പോൾ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. 1000 ലാരി വരെയാണ് ഫൈന് എന്ന് പറഞ്ഞാൽ നാട്ടിലെ 30,000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങളിത് മെയിനായിട്ട് ഓർത്തിരിക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ടൂറിസ്റ്റ് വിസ വർക്ക് പെർമിറ്റ് ആക്കാമോ? ഇതൊക്കെ നിങ്ങൾക്കുള്ള ഡൗട്ടാണ്. ഇതൊക്കെ ഇമിഗ്രേഷൻ്റെ ഇതിപ്പോൾ തെറ്റ് ഇവിടെ ഇങ്ങനെയൊക്കെ അറിയാതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വൻ പ്രശ്നങ്ങളാണ്. ഇത് ടൂറിസ്റ്റ് വിസ ഒരിക്കലും ജോലി ചെയ്യാൻ പറ്റൂല, രീതിയിൽ കാണാൻ പാടില്ല. ടൂറിസ്റ്റ് വിസ എന്ന് വെച്ചാൽ ഇവിടെ കറങ്ങാനും ചുറ്റിക്കറങ്ങാനും കാര്യങ്ങൾക്കും ഉള്ളതാണ്. നിയമപരമായ ആവശ്യമായ ജോലി അനുമതികളും ഇമിഗ്രേഷൻ നടപടികളും പൂർത്തിയാക്കണം, മനസ്സിലായോ? അതുകൊണ്ട് ഇത് പറ്റൂല. ടൂറിസ്റ്റ് സ്റ്റാറ്റസിൽ ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എതിരാണ്. അതൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇമിഗ്രേഷനിൽ എന്തൊക്കെയാണ്? എയർപോർട്ട് ചെക്കിങ്. ഇമിഗ്രേഷനിൽ എന്തൊക്കെ ചെക്ക് ചെയ്യും? എയർപോർട്ടിൽ ഒരാൾ സാർ ചോദിക്കും, ഇമിഗ്രേഷൻ ഓഫീസർ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ വന്നത്? ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. എന്തിനാണ് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വിസയിലാണ്, നിങ്ങൾ എന്ത് ജോലിക്കാണ്, നിങ്ങൾ ടൂറിസ്റ്റ് ആണോ, കറങ്ങാനാണോ, വർക്കാണോ, സ്റ്റുഡൻസ് ആണോ എന്നെല്ലാം നിങ്ങളുടെ അടുത്ത് ചോദിക്കും. റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും, അത് മസ്റ്റാണ്. പിന്നെ ഹോട്ടൽ ബുക്കിംഗ് ഇവിടെ താമസിക്കാനാണെങ്കിൽ. പിന്നെ ക്യാഷ് ചോദിക്കും, എത്രയാണ് ഇവിടെ അങ്ങനെയൊക്കെയാണ് വരണമെങ്കിൽ. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ചോദിക്കേണ്ട കാര്യമില്ല, ചിലപ്പോൾ കരുതി വെച്ചോളണം, പക്ഷെ എന്നാലും ഓക്കെ. പിന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ, അത് കൺഫേം ആണ്. ഇവിടെ സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ വന്ന സമയത്തും ഇവിടെ ചോദിക്കുമായിരുന്നു. പിന്നെ എവിടെയാണ് താമസം എന്നെല്ലാം ചോദിക്കും. നിങ്ങളുടെ സ്ഥലങ്ങളുടെ ഒരു പേരൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണം. ഏത് റീജിയനാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം, അവർ ചോദിക്കും. ഉത്തരം വ്യക്തമാക്കിയില്ലെങ്കിൽ എൻട്രി നിങ്ങൾ അപ്പം തന്നെ റെഫ്യൂസ് ആക്കും. ഇവിടെ ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇമിഗ്രേഷനിൽ ഇപ്പോൾ കയറ്റുന്നില്ല, പലരെയും റിജക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് നല്ല പാടാണ്. അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഈ വക കാര്യങ്ങൾ വേണം. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് റൂളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓവർ സ്റ്റേ അടിക്കുന്നവർക്ക് ഇവിടെ ഡിപ്പോർട്ടാണ്. വിസ കഴിഞ്ഞിട്ടും ഇപ്പോഴും രാജ്യം ചെയ്യാത്തവർ ഇവിടെ നിൽക്കണമെങ്കിൽ പോലീസ് ഇപ്പോൾ ഭയങ്കര ചെക്കിംഗ് ആണ്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്പം തന്നെ ഡിപ്പോർട്ടാണ്. ഫൈന്, ഡിപ്പോർട്ടേഷൻ, നല്ല ബാനും കിട്ടും ഇവിടെ നിന്ന് വിസ കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാൽ. അതുകൊണ്ട് നിങ്ങളത് ചെയ്യാതെ മാക്സിമം ഇരിക്കുക. പിന്നെ ഫേക്ക് ജോബ് ഓഫറൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. പലരും എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിച്ചു, അത് ഞാൻ അങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അതൊക്കെ നിങ്ങളെ പൈസ വെറുതെ നഷ്ടമാകുന്ന കാര്യങ്ങളാണ്. അതൊന്നും നിങ്ങൾ മാക്സിമം കഴിവതും ഒഴിവാക്കുക. അവരെയൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്നത് അങ്ങനെയാണ്. അത് ചെയ്യാം, ഞാൻ അതിൽ കൊണ്ടുവരാം, അതിലൊന്നും നിങ്ങൾ പോയി പെടാതിരിക്കുക. ടൂറിസ്റ്റ് വിസയിൽ വരണം. വർക്ക് പെർമിറ്റ് ഇങ്ങനെയൊക്കെ പറയും. ടൂറിസ്റ്റ് വിസയിൽ വരാം, പക്ഷേ വർക്ക് പെർമിറ്റ് തരാം എന്നൊക്കെ പറയും. 2 ലക്ഷം ശമ്പളം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പക്ഷേ ഇതൊക്കെ നിങ്ങൾ ഫേക്കാണ്, നിങ്ങൾ പോയി പെടല്. ഇങ്ങനെ പറഞ്ഞ ആളുകളെ ചതിക്കുന്ന ഏജന്റുമാരുണ്ട്. ആദ്യം കമ്പനി വെരിഫൈ ചെയ്യുക, നല്ല ഒറിജിനൽ കമ്പനിയാണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് മാത്രം മുന്നോട്ട് പോവുക. ഒഫീഷ്യൽ കോൺട്രാക്റ്റ് ആണോ അവർ തരുന്നത് എന്നെല്ലാം മാത്രം, എന്നിട്ട് നിങ്ങളത് ചെയ്യുക. പിന്നെ നിങ്ങൾ പൈസ ആദ്യമേ അയക്കല് ഒരു കാരണവശാലും നിങ്ങൾ അയക്കാതിരിക്കുക. പൈസയുടെ കാര്യമേ നിങ്ങൾ അതിൽ സംസാരിക്കുക. കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് വിശ്വാസമായി അത്രയ്ക്ക് ഇതാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. അതിലൊക്കെ പോയി പെടാതിരിക്കുക. ഇപ്പോൾ അവിടെ ഭയങ്കര സീനാണ്. അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇമിഗ്രേഷൻ്റെ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇമ്പോർട്ടൻറ്റ് ടിപ്സ് എന്ന് പറയുന്നത്, പാസ്പോർട്ട് എപ്പോഴും വാലിഡ് ആയിരിക്കണം. 6 മാസം മുമ്പത്തെ പാസ്പോർട്ട് തന്നെ വേണം കയ്യിൽ, എക്സ്പയറി ആവാതെ. വിസ എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിക്കണം, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ഇവിടുത്തെ ലോക്കൽ ലോ സൈറ്റിലുണ്ട്, അതെല്ലാം നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അറിയാൻ പറ്റും. ഇവിടുത്തെ ഇമിഗ്രേഷൻ റോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. പിന്നെ ഇല്ലീഗൽ വർക്ക് ഇവിടെ ചെയ്യരുത്. ഞാനത് പ്രീവിയസ് വീഡിയോയിലും കുറേ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ അത് പറഞ്ഞു പോവുക. അതൊന്നും ഇവിടെ നിങ്ങൾ ചെയ്യല്. ഇവിടെ അതൊക്കെ നല്ല സീനാണ്. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം സാധാ ചെക്കിങ് തന്നെ ഉണ്ട്. വേറൊരു രാജ്യത്തു നിന്ന് വന്ന ആൾക്കാരെ കണ്ടാൽ അവർ പെട്ടെന്ന് ഇപ്പോൾ പിടിക്കും. അങ്ങനത്തെ കുറച്ച് സീനുകൾ ഇവിടെ നടക്കുകയാണ്. ഇപ്പം എന്നെ തന്നെ കണ്ടിട്ട് ചോദിക്കും, പാസ്പോർട്ട് ഇതവിടെ നിങ്ങൾ ID കാണിക്കാൻ, എന്തിനാണ് ഇവിടെ വന്നത്. കാര്യം ഇവിടെ കുറച്ച് ബിസിനസ്സുകൾ നടപ്പുണ്ട്, ഇല്ലീഗൽ ബിസിനസ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം അതിനൊക്കെ ഒന്ന് ഒഴിവാക്കി പോവുക. പിന്നെ ഫേക്ക് ഏജൻറ്റുമാരാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ വൻ പാടാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുകളുണ്ട്, ഫേക്കായിട്ട് നിങ്ങളെ ഇതാക്കും. അതിൽ നമ്മൾ പെട്ടുപോകും. പിന്നെ അത് വൻ പ്രശ്നത്തിലെത്തും. ബിക്കോസ് നമുക്കതിനോട് ഇതില്ല. അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യല്. നമുക്കത് വിശ്വാസം, ഇപ്പോൾ ആരെങ്കിലും നല്ല വിശ്വാസമാണ്, അവരങ്ങനത്തെ രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവുക. ഇല്ലെങ്കിൽ അത് പാടാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ഞാൻ പറയാം. പിന്നെ
നമുക്ക് ജോർജിയയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ പുതിയ ഇമിഗ്രേഷൻ റൂൾസൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പഴയ വിവരങ്ങളൊന്നും മാത്രം വിശ്വസിക്കാതെ ഏറ്റവും പുതിയ വിവരങ്ങൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ പരിശോധിക്കുക. എന്നിട്ട് നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കാം. അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞ നിയമങ്ങൾ മാറാം. അതിനാൽ യാത്രയ്ക്കും ജോലിക്കും മുമ്പ് വിവരങ്ങൾ നല്ല സൈറ്റ് വഴിയോ ഗൂഗിളിലോ തപ്പിയിട്ട് നിങ്ങൾ കയറി വരിക. അപ്പം ഇതാണ് എൻ്റെ മെയിൻ പോയിന്റുകൾ. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കമൻറ്റിലൂടെ അറിയിക്കാം. ഇനി വേറെ വല്ല വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ എല്ലാം വിശദീകരിച്ച് പറയാം. അപ്പം തന്നെ ഞാൻ റിപ്ലൈ തരണതാണ്. അപ്പം ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾ ഇത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.